ഡോക്ടർ പ്രേംരാജ് കെ.കെയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് കിളികൾ പറന്നു പോകുന്ന ഇടം. പുസ്തകത്തിൻ്റെ പേരിന് തന്നെ ഒരു മനോഹാരിതയുണ്ട്. അതിമനോഹരമായ ഒരു കവർ ചിത്രമാണ്. ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നത്. ആ പക്ഷികളെല്ലാം കഥയുടെ നന്മയുമായും സാഹിത്യ ഗുണവുമായും നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുകയും ഒരു പക്ഷിക്കൂട് പണിതെടുക്കുകയും ചെയ്യുന്ന അനുഭൂതിയാണ് അദ്ദേഹത്തിൻ്റെ കിളികൾ പറന്നു പോകുന്ന ഇടം എന്ന ചെറുകഥ സമാഹാരം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കഥയെഴുത്തിൻ്റെ പുതിയ വഴികളിലൂടെ വായനക്കാരെ കൊണ്ടുപോവുകയും പുതിയൊരു ഭാവതലം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളാണ് ഡോക്ടർ പ്രേംരാജ് കെ.കെ. നിർമാല്യത്തിലെ അംഗമാണ്. നിർമാല്യത്തിൻ്റെ വെൽവിഷറാണ്. നിർമാല്യത്തിന് വേണ്ട പോസ്റ്ററുകളും നിർമാല്യം അവാർഡ് ഫംഗ്ഷൻ്റെ എല്ലാ ഫോട്ടോകളും എടുത്തത് ഡോക്ടർ പ്രേംരാജാണ്. അതുകൊണ്ട് തന്നെ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുത്ത നിർമാല്യത്തിലുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാ അംഗങ്ങളും ഒരിക്കലും പ്രേംരാജ് കെ.കെയെ മറക്കുകയില്ല. പ്രേംരാജ് കേരളത്തിലല്ല താമസിക്കുന്നത്, ബാംഗ്ലൂരിലാണ്. വളരെ വർഷങ്ങളായി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്. മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്, ഫിലിം മേക്കർ, ഗ്രാഫിക് ഡിസൈനർ എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. 3 ചെറു ഫിലിമുകൾക്ക് അന്തർദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 3 ചെറുകഥാ സമാഹാരം ഇറങ്ങിയിരിക്കുന്നു. ചില നിറങ്ങൾ, മാനം നിറയെ വർണ്ണങ്ങൾ, ടുലിപ്പ് പുഷ്പങ്ങളുടെ പാടം. വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായ പുസ്തകങ്ങളാണ് ഇവയെല്ലാം. മാനം നിറയെ വർണ്ണങ്ങൾ എന്ന പുസ്തകത്തിന് നിർമാല്യം കലാസാഹിത്യവേദിയുടെ അക്ബർ കക്കട്ടിൽ നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. കായാവും ഏഴിലമ്പാലയും എന്ന നോവൽ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. അതുപോലെ ടുലിപ്പ് പുഷ്പങ്ങളുടെ പാടം എന്ന ചെറുകഥാ സമാഹാരം തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയെടുക്കുകയും ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ UA ഖാദർ സംസ്ഥാന സാഹിത്യ പുരസ്കാരം 2023 നേടുകയുണ്ടായി. ഒരു പിറന്നാൾ എന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥ കാരൂർ സ്മാരക നാടകശാല അഖില കേരള ചെറുകഥാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടുകയുണ്ടായി. സംസ്കാർ ഭാരതിയുടെ 2023 വാൽമീകി കീർത്തി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കിളികൾ പറന്നു പോകുന്ന ഇടം എന്ന പുസ്തകം അദ്ദേഹം എനിക്ക് വായനയ്ക്കായി അയച്ചു വന്നിരുന്നു. ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ചെറുകഥകളാണ്. 17 ചെറുകഥകളുണ്ട്, 15 ചെറുകഥകളുണ്ട്. ഇമ്മിണി വല്യൊരുമ്മ, ചക്കിലാട്ടിയ ജീവിതങ്ങൾ, പട്ടുനൂൽ പോലെ, വേരുകൾ തേടി, സീനിയോറിറ്റി, ചില ബന്ധങ്ങൾ, മണ്ണിലേക്കുള്ള ദൂരം, കുടുംബസംഗമം, ആഗ്രഹങ്ങൾക്കപ്പുറം, അറ്റുപോകാത്ത കണ്ണികൾ, പരിവർത്തനം, കിളികൾ പറന്നു പോകുന്ന ഇടം, റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം, മോഹങ്ങളുടെ ആയുസ്, മീനിൻ്റെ ആത്മാവ്, ഇങ്ങനെ 15 കഥകളടങ്ങിയ മനോഹരമായ ഒരു പുസ്തകമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെ കഥകളിൽ നിന്ന് മാറി നിൽക്കാനാവാത്ത എഴുത്തുകാരനാണ് ഡോക്ടർ പ്രേംരാജ് കെ.കെ. പുസ്തകരചന മാത്രമല്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി ചിന്തിച്ച് രചനാപരമായി മികച്ചതാക്കി ആണ് അദ്ദേഹം പുസ്തകങ്ങൾ ചെയ്യുന്നത്. ഇമ്മിണി വല്യൊരുമ്മയിലെ നാണിയമ്മ നമുക്ക് പരിചിതമാണ്. നമ്മുടെ ഗ്രാമത്തിൻ്റെ ടാറിടാത്ത ചെമ്മൺ പാതയിലൂടെ നടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് നാണിയമ്മ. നിഷ്കളങ്കവും സ്നേഹപൂർണവുമായ അധികാരം സ്ഥാപിച്ച് സ്നേഹിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന ഒരമ്മയാണ്. അവരുടെ യാത്രകൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ജീവിതചക്രിൽ വട്ടം ചുറ്റുന്ന മനുഷ്യരുടെ ഉൾത്തടങ്ങളിലെ വിചാരങ്ങളെ നമുക്ക് കാട്ടിത്തരുന്നു ചക്കിലാട്ടിയ ജീവിതങ്ങൾ എന്ന കഥയിൽ. അച്ഛൻ ചക്കിൽ കെട്ടിയ കാളയുടെ കഷ്ടപ്പാട് തന്നെ സ്വന്തം ചോരയും നീരും വറ്റിച്ച് ഒരേ വൃത്തത്തിൽ വട്ടം ചുറ്റുന്ന മനുഷ്യജന്മത്തിന് ചക്കിലാട്ടുന്ന കാളയുടെ ജന്മവുമായി ബന്ധമുണ്ട്. അതങ്ങനെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് പേർ ചക്കുകാളയെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും പ്രേംരാജ് വേറിട്ടൊരു വഴിയിലൂടെയാണ് തൻ്റെ കഥാപാത്രത്തെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് സ്വന്തം വേരുകൾ തേടി തൻ്റെ പാരമ്പര്യവും വംശവർധനയും കണ്ടെത്താനായി ഇന്നത്തെ കാലത്ത് DNA സ്കാനർ ആവിഷ്കരിക്കുകയും അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും ചെയ്ത് ഗ്രാമത്തിലെത്തുന്ന ഒരു വിദേശ മലയാളി കഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ വേരുകൾ മറന്നു പോകുന്ന പുതുതലമുറയുടെ നഷ്ടം പ്രമേയമാക്കുന്ന കഥകൾ മലയാളത്തിലമാണ്. അവിടെയും ഡോക്ടർ പ്രേംരാജ് വഴിമാറി ചിന്തിച്ചിരിക്കുന്നു.
അതുപോലെ പൊട്ടുന്നൂൽ പോലെ എന്ന കഥ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സങ്കല്പിക്കുന്ന ഒന്നുമല്ല. അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് കഥകളുടെ പര്യവസാനം എന്നുള്ളത് വീണ്ടും പ്രേംരാജിൻ്റെ കഥകളുടെ മഹത്വമാണ്. കണ്ടെത്താൻ കഴിയാത്ത സർവീസ് ബുക്ക് തേടിയുള്ള ഒരു യാത്രയുടെ ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ വർത്തമാന കാലത്തെ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് സീനിയോറിറ്റി. ഒരു പ്രണയവിവാഹത്തിൽ ഏർപ്പെട്ടതാണെങ്കിലും വിവാഹ ജീവിതത്തിൽ നിന്ന് സൗഹൃദം ഇല്ലാതാകുന്ന, പിന്നീട് മനസ്സിലേക്ക് കയറി വരുന്ന ചില ബന്ധങ്ങൾ തനിക്കും തൻ്റെ ആൾക്കാർക്കും ഒരു ചുടുകൂടൊടുക്കുന്നതിൻ്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്ന ശ്രീകണ്ഠൻ്റെ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന മണ്ണിലേക്കുള്ള മടക്കം തുടങ്ങിയ കഥകൾ വളരെ മനോഹരമാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ വഴിവെക്കൽ സംഭവിക്കുന്ന സംഭവങ്ങളിൽ ജീവിതം തന്നെ നഷ്ടമാകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുകയാണ് ഡോക്ടർ പ്രേംരാജ് ആഗ്രഹങ്ങൾക്കപ്പുറം എന്ന കഥയിലൂടെ. അന്യതാബോധം നിറഞ്ഞ മനസ്സുമായി താൻ അനാഥയാണ്, ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവരറിയാതെ അവരെ എല്ലാവരുടേതുമായി മാറ്റാം എന്നുള്ള ഒരു ധാരണയാണ് അറ്റുപോകാത്ത കണ്ണികൾ എന്ന കഥയ്ക്ക് ആധാരം. അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ജീവിതാവസ്ഥകളിൽ ലിംഗപരമായ പരിവർത്തനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പരിവർത്തനത്തിലെ ജ്യോതിഷ്, വാർദ്ധക്യത്തിൻ്റെ പരിമിതികളെ നേരിടാൻ സമാന സ്വഭാവമുള്ളവർക്ക് ചില്ലയൊഴിക്കുന്ന ശങ്കുണ്ണി നായർ, അങ്ങനെ കഥ മുന്നോട്ട് പോവുകയാണ്. ഏകാന്തതയെ പറന്നു ചെല്ലുന്ന ലയങ്ങളിൽ ഏകാന്തതയുടെയും ഇരുളിൻ്റെയും തുരുത്തുകൾ കഴിയുന്ന മനസ്സുകളിലൂടെയാണ് കിളികൾ പറന്നു പോകുന്ന ഇടം എന്ന കഥയിലേക്ക് ഡോക്ടർ പ്രേംരാജ് വായനക്കാരെ കൊണ്ടുപോകുന്നത്. കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കുന്ന സംശയത്തിൻ്റെ തീ പടർന്നു കഴിയുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യത്തിൻ്റെ രൂപം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മനുഷ്യബന്ധത്തിൻ്റെ നിർവഹണം പലപ്പോഴും ബന്ധങ്ങളെപ്പോലും ഉലയ്ക്കുന്നതാണ്. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം എന്ന കഥയിലൂടെ ഡോക്ടർ പ്രേംരാജ് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നുഖത്തിന് കീഴിൽ തലവെച്ചു കൊടുത്ത് ജീവിതാന്ത്യം വരെ ആത്മപീഡനം സഹിക്കേണ്ടി വരുന്ന സ്ത്രീ ജന്മങ്ങളുടെ പ്രതിനിധിയാണ് മോഹങ്ങളുടെ ആയുസ് എന്ന കഥയിലെ ഗ്രേസിയെയും വായനക്കാർ ഇഷ്ടപ്പെടും. അടുത്തത് മീനുകളുടെ ആത്മാവ് എന്ന കഥയുടെ വിഷയം ഭൗതികവും ആശയപരമായ വെല്ലുവിളികളെ ധ്വനിപ്പിക്കുന്നു. നമ്മൾ അരുമയായി കൊണ്ടു നടന്ന ജീവിതത്തിൽ നിക്ഷേപിക്കുന്ന പലതും നന്മകളെ നശിപ്പിക്കുന്നു എന്ന സത്യം ഡോക്ടർ പ്രേംരാജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലളിതമായ ശൈലിയിൽ മികച്ച വായനാനുഭവം പകരുന്നവയാണ് ഈ ഡോക്ടർ പ്രേംരാജിൻ്റെ ഓരോ കഥകളും. ആശയപരമായും രചനാപരമായും ഒരു നല്ല ശൈലി തൻ്റെ കൈവശമുണ്ടെന്ന് ഓരോ കഥകളിലൂടെയും ഡോക്ടർ പ്രേംരാജ് നമ്മോട് പറയുന്നുണ്ട്. മലയാള കഥയുടെ പുതിയ മുഖമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇതുപോലെ ചെറുപ്പക്കാർ എഴുതി തുടങ്ങുമ്പോൾ സാഹിത്യത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു. കഥകളുടെ നിലയ്ക്കാത്ത ഉറവയുള്ള ഒരു ചിന്താധാര ഡോക്ടർ പ്രേംരാജിനുണ്ടെന്ന് തീർച്ചയാണ്. മലയാള ചെറുകഥാ സാഹിത്യ രംഗത്ത് ഡോക്ടർ പ്രേംരാജ് തൻ്റേതായ സിംഹാസനം വലിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് എഴുതാൻ ഡോക്ടർ പ്രേംരാജിന് കഴിയട്ടെ. ചെറുകഥകളിലൂടെയാണ് മനസ്സിലുള്ള ആശയം പെട്ടെന്ന് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗം. അത് ഡോക്ടർ പ്രേംരാജ് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകത്തിനായി കാത്തിരിക്കുന്നു. ഇത് പ്രേംരാജിൻ്റെ ബുക്ക് വായിച്ച എൻ്റെ വായനാ അനുഭവമാണ്. കിളികൾ പറന്നു പോകുന്ന ഇടം. 200 രൂപയുടെ ബുക്കാണ്. ഡോക്ടർ പ്രേംരാജിൻ്റെ ഈ ബുക്ക് എല്ലാവരും വായിക്കുകയും അദ്ദേഹത്തിന് വായിക്കുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഡോക്ടർ പ്രേംരാജ് കെക്ക്. നിർമാല്യത്തിന് വേണ്ടി വത്സല നിലമ്പൂരിൻ്റെ നന്ദിയും സ്നേഹവും വീണ്ടും പറയുകയാണ്.